മോർണിംഗ്. അപ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ഡൽഹിക്ക് പോവാണ്. അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങുവാണ്. ഒരു 3:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ്. അതിന് ജേക്കുടിയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രാവലിംഗ് എക്സ്പീരിയൻസ് നമുക്കിത് കാണാം. പപ്പായുടെ അടുത്ത് പോവാണോ? നമ്മൾ വിശുദ്ധർമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ചെയ്യും. ലൂലു ആരാ ഇത് പിടിച്ചിരിക്കുന്നേ? ഉപ്പിയും കൊണ്ട് പോവാനോ മേമയ്ക്കുള്ളേ? ഞാൻ പോകുന്ന അഹങ്കരിക്കണം, ഞാൻ വേറും. ഗർഭിണിയായി 4-ാം മാസം വന്നപ്പോൾ തൊട്ട് എന്നെ കരുതലോട് സ്നേഹിച്ച എൻ്റെ വീട്ടുകാരോടും കുറച്ച് നല്ല മനുഷ്യരോടും ഒക്കെ ടാറ്റ ബൈ ബൈ പറഞ്ഞു പോകുമ്പോൾ അവരെനിക്ക് തന്ന കുറച്ച് അനുഭവങ്ങളും പാഠങ്ങളും നല്ല ഓർമ്മകളും ഒക്കെ ആയിട്ടാണ് ഞാൻ തിരിച്ചു പോകുന്നത്. വീട്ടിൽ നിന്ന് ഏകദേശം 3-3.5 മണിക്കൂറിൻ്റെ യാത്രയുണ്ട് എയർപോർട്ടിലോട്ട്. ഞാൻ വരരുതെന്ന് അപ്പൊ നിങ്ങൾക്കല്ലേ? ഞങ്ങൾക്ക് അങ്ങോട്ട് ഞങ്ങളുടെ അമ്മയ്ക്കും പോവുകയും വേണ്ട, അമ്മയ്ക്കും അപ്പനും എപ്പോഴും പോവുകയും വേണ്ട. അല്ല, എനിക്ക് ഏറ്റവും പേടി എന്റെ ആംഗ്ലേനെയായിരുന്നു. അതും മാറി. അതെ, ആങ്ങളെ ചെല്ലുവാനുള്ള പേടിയും. BEd പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ടീച്ചിങ് പ്രാക്ടീസിന് പോകാൻ ഒരു ദിവസം ലേറ്റ് ആയിട്ട് ഓടിപ്പിടിച്ചു ചെന്ന് കയറിയത് രാജീവേട്ടൻ്റെ ഓട്ടോയിലായിരുന്നു. അന്ന് തുടങ്ങി എൻ്റെ കല്യാണം. പെട്ടെന്ന് വാട്ടർ ബ്രേക്ക് ആയപ്പം പ്രസവിക്കാനുള്ള പോക്ക്, തിരിച്ചെൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആദ്യമായിട്ടുള്ള വരവ്, ഇപ്പൊ തിരിച്ചെൻ്റെ കുഞ്ഞിനെയും കൊണ്ട് എയർപോർട്ടിൽ പോവുക, ഇങ്ങനെ എല്ലാ യാത്രകൾക്കും ഞങ്ങളുടെ കൂടെയുള്ളത് രാജീവേട്ടനാണ്. ഞങ്ങളുടെ എന്ന പോലെ മറ്റു കുറച്ച് പേരുടെ കൂടി വിശ്വസ്ത സ്ഥാപനമാണ് രാജീവേട്ടൻ. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ ഒക്കെ കിട്ടണമെങ്കിൽ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യും. അറിയാത്ത കാര്യങ്ങളില്ല, ചെയ്യാത്ത പണികളില്ല. പഴയൊരു സ്റ്റേജ് കലാകാരൻ കൂടിയായിട്ടുള്ള ഈ രാജീവേട്ടൻ ഇപ്പൊ എൻ്റെ ഒരു സഹോദരത്തിലാണ്. ആ കണ്ണാടിയുടെ പ്രൈസ് ഒന്ന് ഗസ് ചെയ്തേ. It's almost around 20,000. 20യോ? 30,000 മുതലാ. 30,000. എയർപോർട്ടിലെത്തിക്കഴിഞ്ഞാൽ ലഗേജ് ഡ്രോപ്പിനും സെക്യൂരിറ്റി ചെക്കിനും കഴിയാതെങ്കിൽ സമാധാനം ആകത്തില്ല. നമ്മുടെ രണ്ടുപേരുടെയും ലഗേജ് കൂടാതെ കുഞ്ഞിൻ്റെ ഒരു എക്സ്ട്രാ ക്യാബിൻ ബാഗും കൂടെ നമ്മുടെ ക്യാബിൻ ബാഗിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം അവർ നമ്മൾ കൊടുത്തുവിട്ട ലഗേജിൻ്റെ കൂടെ തന്നെ കയറ്റിവിട്ടു. അതുകൊണ്ട് നമുക്ക് കൈ പിടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ബുദ്ധിമുട്ട് കുറഞ്ഞു കിട്ടി. പിന്നെ പണി കിട്ടിയത് സെക്യൂരിറ്റി ചെക്കിൻ്റെ അവിടെയാണ്. ഈ കുറച്ച് ലിക്വിഡ്സ് ഞാൻ കമന്ന് പോകണ്ടെന്ന് വെച്ച് കുഞ്ഞിൻ്റെ ആ പെട്ടിക്കകത്ത് വെച്ചിരുന്നു. അത് പക്ഷേ അലൗഡ് അല്ല, 100 ml കൂടുതൽ. പക്ഷേ അവിടുത്തെ സെക്യൂരിറ്റി സ്റ്റാഫും ഇൻഡിഗോയുടെ സ്റ്റാഫും വളരെ കൈൻഡ് ആയിരുന്നു. പിന്നെ പാടുപെട്ടത് ഫീഡിംഗ് റൂം തപ്പിയാണ്. നമ്മൾ ഗേറ്റ് 1-ലായിരുന്നു. അവിടുന്ന് ഏകദേശം ഗേറ്റ് 7 വരെ വരേണ്ടി വന്നു നമ്മൾ കുഞ്ഞിനെ ഫീഡ് ചെയ്യാനായിട്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തന്നെ തോന്നി. ജിയക്കുട്ടി ഉണ്ടായി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ജതൻ തിരിച്ച് ഡൽഹിക്ക് പോയി. അതുകൊണ്ട് തന്നെ വലിയ കണ്ടുപരിചയം ഇല്ലായിരുന്നു. എന്നാലും ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് ആയിരുന്നു ജിയക്കുട്ടിക്ക് പപ്പയോട്. ഇത്രയും ദിവസം എന്നെ കണ്ട് ചിരിച്ചോണ്ടിരുന്ന മുതല പപ്പനെ. കുഞ്ഞുമായിട്ട് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റിയിൽ ആദ്യം തന്നെ കയറാൻ പറ്റി. പക്ഷേ അങ്ങനെ കയറുമ്പോഴത്തെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ കയറി ഇരിക്കുന്നതുകൊണ്ട് ബോർഡിങ് തീരുന്നത് വരെ നമ്മൾ അതിലിരിക്കുമ്പോൾ നല്ല ചൂടായിരുന്നു. കുഞ്ഞിന് ഒട്ടും ചൂട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവൾ ബഹളം വെച്ചു. ഈ ഒരു സക്ഷൻ സ്പിന്നറാണ് കുറേയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്തത്. കുറച്ച് കഴിഞ്ഞ് ആളുടെ കൺട്രോൾ പോയി. കുഞ്ഞിനെ പിടിച്ച് വലിയ ശീലം ഇല്ലാഞ്ഞിട്ട് കൂടി പാവം ചെയ്തതിന് അതിനകത്തൂടെ മൊത്തം വിളയും കൊണ്ട് നടന്നു. ഇൻഡിഗോയുടെ ഒരു ക്യാബിൻ ക്രൂ ഭയങ്കര കൈൻഡ് ആയിരുന്നു കേട്ടോ. ഞാൻ സ്ട്രെസ് ആവുന്ന കണ്ട് എനിക്കൊരു ഗ്ലാസ് വെള്ളം കൂടി തന്നിട്ട് പറഞ്ഞു, ആദ്യം കുടിച്ചൊന്ന് ആശ്വസിക്കുക, എന്നിട്ട് കുഞ്ഞിനെ ആശ്വസിപ്പിക്കാമെന്ന്. എന്നിട്ട് അവർ കുഞ്ഞിനെ കുറേ നേരം പിടിച്ചുകൊണ്ട് നിന്നു. ഫ്ലൈറ്റ് ഒന്ന് തണുത്ത് കഴിഞ്ഞ് പിന്നെ ടേക്ക് ഓഫ് ഒക്കെ ആയപ്പം പാല് കുടിച്ച് ആള് പയ്യെ കിടന്ന് ഉറങ്ങി. സമാധാനമായിട്ട് കുറേ നേരം കിടന്ന് ഉറങ്ങി. ഞാൻ രാവിലെ ഇച്ചിരി പുട്ടും കാട്ടോ കഴിച്ചിട്ട് ഇറങ്ങിയത്. ആ കാറിൽ ഏകദേശം 3 മണിക്കൂർ. പിന്നെ ഇവിടുത്തെ ഈ ഒരു സ്ട്രെസ്സും പിന്നെ കുഞ്ഞിന് പാല് കൊടുപ്പും ഒക്കെ ആയപ്പോൾ നല്ല വിശപ്പായിരുന്നു. ഞാൻ തല കറങ്ങുന്ന പോലൊക്കെ എനിക്ക് തോന്നി. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു ദാൽ ചാവൽ മേടിച്ച് കഴിച്ചു. ഒരു കോക്ക് അതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ആണ് കേട്ടോ. 400 രൂപയാണ് ഈ ഒരു സെറ്റിന്. വലിയ രുചിയൊന്നും ഇല്ല, കാരണം നമ്മൾ ഇൻസ്റ്റൻറ്റ് ഉണ്ടാക്കുന്നതാണല്ലോ. പക്ഷെ എന്നാലും നമുക്ക് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഒരു ഇയർ മഫ് ഞാൻ ഓൺലൈനിൽ നിന്ന് കുഞ്ഞിന് വേണ്ടി മേടിച്ചാണ്. ഫ്ലൈറ്റിൽ പോകുമ്പോൾ ആ ഒരു മൂളലുണ്ടല്ലോ, ആ ഒരു സൗണ്ട് ഒഴിവാകാൻ വേണ്ടി. പക്ഷേ ആൾ നല്ല ഉറക്കമായിരുന്നു. ഞാൻ ചെവി പൊത്തി പിടിച്ചിരിക്കുമായിരുന്നു. അത് അങ്ങനെ വെക്കേണ്ട അവസ്ഥ വന്നില്ല. പിന്നെ യൂസ്ഫുൾ ആ ഒരു കാര്യമാണ് അവളിപ്പോൾ പുതച്ചിരിക്കുന്ന ആ ഒരു ബേബി ബ്ലാങ്കറ്റ്. അതിന് ഫസ്റ്റ് ക്രൈന്ന് മേടിച്ചാണ്. നല്ല സോഫ്റ്റ് ആണ്, കുഞ്ഞിന് ഒത്തിരി കംഫർട്ടബിൾ ആയിരുന്നു. നമ്മളിരുന്ന റോയിൽ 3ാമത്തെ സീറ്റിൽ ആരും വന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കും കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ പറ്റി. വേറെ ഒരാൾ വന്നാൽ നമ്മൾ ഇറങ്ങി പോവുകയും കുഞ്ഞിൻ്റെ ബഹളമൊക്കെ അവർക്കും ഡിസ്റ്റർബൻസ് ആയേനെ. പിന്നെ ഒരു 2.75-3 മണിക്കൂറൊക്കെ കൊണ്ട് നമ്മൾ പെട്ടെന്ന് ഡൽഹി എത്തി. ഇടയ്ക്ക് നല്ല ടർബുലൻസ് ഉണ്ടായിരുന്നു. ആ സമയത്തൊക്കെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ പോകുമ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നു ടർബുലൻസ് ആണ്, ഇത്ര നിർബന്ധം ഉണ്ടെങ്കിൽ ഇപ്പം മാറാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു.
ലാൻഡിങ് സമയത്ത്. എങ്കിലും നമ്മൾ ഉണർത്തി ഫീഡ് കൊടുത്തു, അതുകൊണ്ട് തന്നെ ലാൻഡിങ് സമയത്ത് അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇത് ഓപ്പൺ ഞെക്കുമ്പോൾ ഡോർ തുറക്കും, ഇത് ക്ലോസ് ആക്കും, ഇത് ഞെക്കുമ്പോൾ ക്ലോസ് ആവും. കൊള്ളാം കേട്ടോ, നല്ല സെറ്റപ്പാണ്. പിന്നെ അത്യാവശ്യം നല്ല ഫീഡ് ചെയ്യാനും ഒക്കെ നമുക്ക് പറ്റും. യൂസ്ഡ് നാപ്പീസ് ഇൻ ദ ബിൻ. കൊച്ചി എയർപോർട്ടിൽ ഇല്ലാത്ത കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. ഹാൻഡ് ഡിസിൻഫെക്റ്റൻറ്റ്, ഓക്കെ. ഒരു വലിയ മിററും ഉണ്ട്. കൊച്ചി എയർപോർട്ടിൽ തന്നെ ഏറ്റവും കൂടുതൽ ഡിസപ്പോയിൻറ്റ് ചെയ്തത് ഈ ഒരു ഫീഡിംഗ് റൂമാണ്. ഇത് സാനിറ്ററി ലൈനറാണ്. ഇത് നമ്മൾ എടുത്തിട്ട് വേണം, ഇവിടെ വിരിച്ചിട്ട് വേണം നമ്മൾ ബേബീനെ കിടക്കാനായിട്ട്. അറിയാം കേട്ടോ, പക്ഷെ നമ്മൾ ഓൾറെഡി നമ്മുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു. ഒരു കുഞ്ഞുവാവയുടെ അമ്മ എന്ന സ്ഥിതിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഈ ഒരു സെറ്റപ്പ്. ഇത്രയും വേണ്ട എങ്കിലും കുറച്ചൊക്കെ വൃത്തിയായിട്ട് നമ്മുടെ എയർപോർട്ടിലും ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഡൽഹി എത്തി. ഇനി ക്യാബിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. അവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് പപ്പയുടെയും മമ്മിയുടെയും വീട്ടിലോട്ടാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് പോകത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ നല്ല ചൂട് സമയമാണ്. നമ്മുടെ നാട്ടിലെ പോലെ വിയർക്കുന്ന ചൂടല്ല, ഇങ്ങനെ ദേഹത്ത് ഇങ്ങനെ പൊള്ളി പിടിക്കുന്ന പോലത്തെ ചൂടാണ് ഇവിടുത്തെ ചൂട്. ആ ജിയാന്ന് പറഞ്ഞ നെയിം ബോർഡ് ഒഴിച്ചാൽ ബാക്കിയെല്ലാം ജിയക്കുട്ടിയുടെ വല്യപ്പാരുടെ ഡെക്കറേഷൻ പരിപാടി കേട്ടോ. നമ്മുടെ വീട് ഒരു കുഞ്ഞു വന്നു കഴിയുമ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ കൂടി, നമുക്ക് പരിചയമില്ലെങ്കിൽ കൂടി നമ്മൾ പല കാര്യങ്ങൾ ചെയ്യാൻ റെഡി ആകും അവർക്ക് വേണ്ടി. ഇവിടെ ഇപ്പൊ 2 ആമ്പിള്ളാരും വാണിരുന്ന വീട്ടിലാണ് ഇവളിപ്പോ ഒറ്റയ്ക്ക് വന്ന് ഭരിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് അവളുടെ വല്യപ്പയും മമ്മിയും ഒക്കെ റെഡിയാണ്. നമുക്ക് കണ്ടുകൂടെ കരയാം. ഉറക്കം വരുന്നു, ഉറങ്ങിയാൽ മോളെ ആദ്യമായിട്ട് കാണുമല്ലേ. വെൽക്കം